Hi guys, welcome back to Changes Beautiful Life. ഇന്ന് ഞങ്ങൾ ന്യൂ പട്ടിക്കുട്ടി മേച്ചു. സോ അമ്മ ഒരു ദിവസം അമ്മ പറഞ്ഞു ബെസ്റ്റ് ടീച്ചർ ഡോഗിനെ അമ്മ കോപ്പിങ് ബെസ്റ്റ് ടീച്ചർ. നമ്മൾ പട്ടിക്കുട്ടിയുടെ ഡെയിലി റൊട്ടീനാണ് കാണിക്കാൻ തുടങ്ങുന്നത്. അപ്പം നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യുന്നത്? ബ്രഷ് ചെയ്യുന്നതും ഹെയർ കോംബ് ചെയ്യുന്നതും ഹെയർ കട്ട് ചെയ്യുന്നൊക്കെ കാണിക്കുന്നുണ്ട് അല്ലേ? അപ്പൊ ഇതാണ് നമ്മുടെ പട്ടിക്കുട്ടന്റെ ബ്രഷ്. നമ്മള് ചെറിയ ബ്രഷാണ്, ഫിംഗർ ഒക്കെ കടിക്കുന്ന സമയമായത് നമ്മൾ ഫിംഗറിൽ ഇട്ടിട്ട് ബേബി ടീത്ത് വന്നുകൊണ്ടിരുന്ന് ഗമ്മ സ്ട്രോങ് ആവുന്നിട്ട് അപ്പം ഒത്തിരി കടി അമ്മ എന്നാ ചെയ്യുന്നേ? അപ്പം എല്ലാ ദിവസവും നമ്മൾ ബ്രഷ് ചെയ്ത് കൊടുക്കണം, അല്ലെ പല്ലിന് കേടുവരും. പിന്നെ എല്ലാ ദിവസവും നമ്മൾ ഹെയർ ബ്രഷ് ചെയ്ത് പിന്നെ ബ്രഷ് ചെയ്യുന്നതും ഹെയർ കോംബ് ചെയ്ത് കൊടുക്കണം, ചെട വീഴാതിരിക്കാനും മുടി പൊഴിയാതിരിക്കാനും. മുടി അധികം ഷിറ്റ്സ് ആയതുകൊണ്ട് അധികം പൊഴിയത്തില്ല. അത് 2 കോട്ടുണ്ട്. അപ്പം അടിയിലത്തെ കോട്ടിൽ നിന്ന് പൊഴിയത്തേ ഉള്ളൂ. അപ്പം മുകളിലത്തെ കോട്ടിൽ സ്റ്റിക്കാവും. അപ്പം മുകളിലത്തെ കോട്ട് ചെയ്യുമ്പോഴാണ് അടിയിലത്തെ എല്ലാം നമുക്ക്. പൊതുവെ ഷിറ്റ്സുവിന് ഹെയർ ഫോള് കുറവാണ്. ഇല്ലാന്ന് തന്നെ പറയാം. അതിൻ്റെ ഒരു ടൈമിൽ ആ ഫർ പോകുന്ന സമയത്ത് മാത്രം അത് ഷെഡ് ചെയ്യുള്ളൂ, അല്ലാതെ നമ്മൾ കോമ്പ് ചെയ്യുമ്പോഴത്തേന് അത് ഇതിൽ പോകുന്നുള്ളൂ. അപ്പം നമ്മൾ അടുത്ത് ചെയ്യുന്ന എന്നാന്ന് ചോദിച്ചാൽ അവൻ്റെ കണ്ണിലോട്ട് ആ ഹെയർ വന്നിട്ട് അൾസർ വരും. അപ്പോൾ അത് വേണ്ടി നമ്മളെന്നാ ചെയ്യുന്നത് വെച്ചാൽ കണ്ണിനോട്ട് വരുന്ന നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും, കണ്ണിനകത്തേക്ക് ഇങ്ങനെ ഹെയർ വന്ന് കൊണ്ടു കയറും. അപ്പോൾ ആ ഹെയർ നമ്മൾ കട്ട് ചെയ്ത് വിട്ടില്ലെങ്കിൽ ആ ഹെയർ കണ്ണിൽ കൊണ്ടിട്ട് അൾസർ വരും. അപ്പോൾ അത് നമ്മൾ എപ്പോഴും ടേക്ക് കെയർ ചെയ്യണം, കണ്ണിൻ്റെ അങ്ങോട്ട് വരാൻ പാടില്ല. അപ്പം അതിന് ഇഷ്ടമല്ലാട്ടോ വെട്ടുന്ന നിന്ന് വരത്തില്ല. നമ്മൾ ഇവിടെയൊക്കെ പിടിച്ച് നിൽക്കെന്ന് പറഞ്ഞാൽ എനിക്ക് ബ്രഷ് ചെയ്യണ്ട. അമ്മേനെ കടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കൈ കൊണ്ട് തട്ടി അമ്മയുടെ കൈ മാറ്റും അല്ലെ, ഹെയർ കട്ട് ചെയ്യാൻ ചെല്ലുമ്പോൾ. അതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കണ്ണിന് മുടി വന്ന് കൊള്ളാതിരിക്കാൻ. ഹെയർ കട്ട് ഡോഗിക്ക് പേടി. ടെസ്സുവിന് ഹെയർ കട്ട് പേടിയുണ്ടോ? ടെസ്സുവിന്റെ ഹെയർ കട്ട് ചെയ്യുമ്പോൾ ടെസ് കരയാറില്ലേ? ഇവരുടെ മുടി ഇച്ചിരി പെട്ടെന്ന് വളരും. അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോക്കണം, അല്ലെങ്കിൽ നമ്മൾ മറന്നുപോയാൽ പിന്നെ അത് വന്ന അൾസറൊക്കെ ആവും. നമ്മൾ ഡെയിലി ചെയ്യേണ്ട കാര്യമാണ് ഹെയർ ഗ്രൂമിങ്ങും അതുപോലെ നമ്മൾ ചീകുമ്പം ഇപ്പൊ മൂക്കിന് താഴോട്ടുള്ള ആ രോമങ്ങളെല്ലാം താഴോട്ട് തന്നെ മാക്സിമം ചെയ്യാൻ ശ്രമിക്കണം, അല്ലെങ്കിൽ അത് മുകളിലോട്ട് ഡയറക്ഷനിൽ. ഇത് കണ്ടോ, അമ്മ ബ്രഷ് ചെയ്യുന്ന ഇടയിലാണ് ഗ്രൂം ചെയ്യുന്നത്. ആ ബ്രഷ് ഇട്ടിട്ട് നമ്മൾ കൈ കൊടുത്താൽ പിന്നെ നമ്മളെ കടിക്കാൻ തന്നെ പറ്റില്ല. എന്തായാലും കൈ കടിക്കുന്ന അവൻ വിചാരിക്കും നമ്മൾ. അപ്പം നമുക്ക് അമ്മയുടെ ബ്രഷ് അമ്മയിട്ടേക്ക് ഫിംഗറിൽ കടിക്കാതിരിക്കും അല്ലേ? അപ്പം ഫിംഗറിൽ കടിക്കാൻ വരുമ്പോഴത്തേനും ഞാൻ ആ ബ്രഷ് വായിലോട്ട് വെച്ച് പോയി. ഇപ്പം ആരാ ഗ്രൂം ചെയ്യുന്നേ? അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ട്രീറ്റ് കൊടുത്തു. ഇത്രയും നേരം അടങ്ങി കുട്ടികളായിട്ടിരുന്നല്ലേ എന്നൊക്കെ പറഞ്ഞ് ട്രീറ്റ് കൊടുത്തു. ട്രീറ്റ് കൊടുത്തിട്ടാണ് നെക്സ്റ്റ് കണ്ണിൻ്റെ ഒത്തിരി ട്രീറ്റ്സ് കൊടുക്കാൻ പറ്റില്ലാത്ത പട്ടിയാട്ടോ. അപ്പം നമ്മൾ സൂക്ഷിച്ച് കൊടുക്കണം. ഞങ്ങളറിയാതെ ഇച്ചിരി കൂട്ടി കൊടുത്തു. പിന്നെ തൊട്ട് ഞങ്ങൾ കെയർഫുൾ അല്ലേ? എല്ലാവർക്കും ഞങ്ങളുടെ പപ്പിക്കുട്ടി ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. See you next video. Subscribe. Bye.